പ്രിയമുള്ളവരെ, KLP വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി കടുങ്ങാത്തുകുണ്ടിൽ പുതിയതായി പ്രവർത്തനം ആരംഭിക്കുന്ന മാനു ഹോം സെന്ററിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ്. ഈ ഉദ്ഘാടന കാഴ്ചയിൽ ചില വ്യത്യസ്തതകൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട്. അതിനു മുമ്പായി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരൽപ്പം വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം. ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് പ്രഗത്ഭ പണ്ഡിതൻ കുഞ്ഞി മുഹമ്മദ് ഫൈസി കോട്ടപ്പുറം ആയിരുന്നു. ആദ്യ വിൽപ്പനയ്ക്ക് നേതൃത്വം നൽകിയത് മുജീബ് തൃത്താല, മുൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ നിന്നും ആദ്യമായി പർച്ചേസ് ചെയ്തത് മമ്മി ആജി കൊടക്കാട്ടിൽ ആയിരുന്നു. സാന്നിധ്യം അറിയിച്ചുകൊണ്ട് അസ്ലം മെട്രോ വ്യാപാരി വ്യവസായി പ്രസിഡന്റ്. ഉദ്ഘാടന വേളക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി ധാരാളം ആളുകൾ അവിടെ എത്തിച്ചേർന്നിരുന്നു. പ്രിയമുള്ളവരെ, 4 പതിറ്റാണ്ടിലേറെയായി മാനുക്ക ഇവിടെ നമ്മുടെയെല്ലാം വീടുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പാത്രങ്ങളും മറ്റുമായി ബന്ധപ്പെട്ട വീട്ടിലേക്ക് ആവശ്യമായ വിവിധങ്ങളായ വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ഒരു ചെറിയ സംരംഭവുമായിട്ട് കടന്നു വന്നതാണ് മാനുക്ക കടുങ്ങാത്തുകുണ്ടിൽ. സ്ക്രീനിൽ കാണുന്ന കാഴ്ചകളിലൂടെ മാന്യപ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടാകും മാനുക്കയും മാനുക്കയുടെ ആ ചെറിയ സംരംഭവും ഇന്ന് എവിടം വരെ വളർന്നു എന്നുള്ളത്. നടന്നു നീങ്ങിയ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സങ്കടവും സന്തോഷവുമായ ഒത്തിരി കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് മാനുക്കയും മാനുക്കയുടെ സംരംഭവും. പ്രിയമുള്ളവരെ, വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാം നമ്മുടേതായ സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാകും. നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യേണ്ടവരാണ് നമ്മളെല്ലാവരും. പലരും തങ്ങൾക്ക് മുമ്പിൽ വരുന്ന കൊച്ചു കൊച്ചു പ്രതിസന്ധികളിൽ തൻ്റെ ലക്ഷ്യം വിട്ട് മറ്റു വഴികളിലേക്ക് തിരിഞ്ഞ് സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് പ്രചോദനമാണ്, പ്രോത്സാഹനമാണ് മാനുക്ക. ഓരോ കുടുംബങ്ങളിലും സമ്പന്നരും ദരിദ്രരും ഉണ്ടാകും എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മാനുക്കയുടെ കുടുംബ പശ്ചാത്തലം അത്ര ശുഭകരമല്ലായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് കടുങ്ങാത്തുകുണ്ട് അങ്ങാടിയിൽ മാനുക്ക ചെറിയ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ച് വളർന്നവനായതുകൊണ്ടായിരിക്കാം മറ്റുള്ളവരുടെ വേദനകളും പ്രയാസങ്ങളും കാണുമ്പോൾ അത് തിരിച്ചറിയാനും അവർക്ക് സഹായകരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലും മാനുക്ക എന്നും മുൻപന്തിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ മാനുക്കയുടെ സ്ഥാപനത്തിന് പരസ്യങ്ങളുടെ ആവശ്യമില്ല എന്ന് നാട്ടുകാർ പറയുന്നത് ധാരാളമായി കേട്ടിട്ടുണ്ട്. മാനുക്കയുടെ സ്ഥാപനം ഒരിക്കൽ സന്ദർശിച്ച ആളുകൾ അവർക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഈ ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തും എന്നുള്ളതാണ്. അത്രയും സൗമ്യമായാണ് അദ്ദേഹം കസ്റ്റമറിനോട് പെരുമാറുന്നത്. മാത്രമല്ല, ലാഭത്തിൽ ഗണ്യമായ കുറവും അദ്ദേഹം വരുത്താൻ തയ്യാറാകാറുണ്ട്. കൂടുതൽ ലാഭമെടുത്ത് കുറഞ്ഞ കച്ചവടം നടത്തുന്നതിനേക്കാൾ ഭേദം കുറഞ്ഞ ലാഭമെടുത്ത് കൂടുതൽ കച്ചവടം ചെയ്യുന്നതാണ് എന്നൊരു തിരിച്ചറിവാകാം ഒരുപക്ഷെ മാനുക്കയെ ഇങ്ങനെയുള്ളൊരു സമീപനത്തിലേക്ക്, ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മാറ്റാൻ കാരണമായത്. ഇനി നമുക്ക് മുജീബ് തൃത്താലയുടെ വിശദീകരണം കേട്ടുനോക്കാം. 4 പതിറ്റാണ്ട് കാലം കടുങ്ങാത്തുണ്ടിന്റെ വ്യാപാര രംഗത്ത് സജീവമായി നിൽക്കുന്ന മാനുക്ക, നമ്മുടെ സ്വന്തം മാനുക്ക, ഇന്ന് പുതിയ സ്ഥാപനം നമുക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. കടുങ്ങാത്തുണ്ടി വ്യാപാര രംഗത്ത് അതിലുപരി കടുങ്ങാത്തുണ്ടി വ്യാപാരി വ്യവസായി 18 വർഷം നയിച്ച ഒരു നേതാവ് കൂടി അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ മഹനീയ സ്ഥാപനത്തിന് എല്ലാവിധ നന്മകൾ നേടി. മാനുക്കന്റെ കഥയാണല്ലേ ഈ നാട്ടിലത്തെ പഴയ ആളുകൾക്ക്. എന്നെ സമയത്തോടെ എന്റെ കുട്ടിക്കാലത്തൊക്കെ നന്നായിട്ട് പറ്റില്ല. എത്ര കാലമായിട്ട്? ഏകദേശം ഒരു 45 വർഷം ഉണ്ടാവും. 45 വർഷത്തോളായി മാനുക്ക അങ്ങനെ ഈ ഒരു മേഖലയിലല്ലേ. ഇപ്പൊ എന്താ പറയാ, ഫുട്വെയർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ചെറുപ്പതൊക്കെ വേറെ കൂടെ വിപുലമാക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ വരുന്ന ഈ പഴയ ആൽമണിയൊക്കെ കൊടുത്തിട്ട് പുതിയ കുടങ്ങളൊക്കെ കൊണ്ടുവരുന്നില്ലേ, അങ്ങനെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നല്ലോ. അവരുടെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ദീർഘകാലം വ്യാപാരി വ്യവസായ പ്രസിഡന്റ് കൂടിയായിരുന്നു. അങ്ങനെയായിരുന്നു. എന്തായാലും മാനുവക്ക് പ്രത്യേകം പരസ്യത്തിന്റെ ആവശ്യമില്ല. കാരണം ഇവിടെ വരുന്ന അലുമണിമാലു എന്ന് പറഞ്ഞാൽ മതി. അതെ അതെ. എങ്ങനെ പേര്? അലുമണി മാലു. അങ്ങനെ പേര് അലുമണി കച്ചവടമാണ്. അപ്പൊ അതിന്റെ പേരില് അലുമണി മാലു എന്നാണ് അധികം അറിയപ്പെട്ടിരുന്നത്. പ്രിയമുള്ളവരെ, മാനുക്കയെ കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. പ്രിയമുള്ളവരെ, ഉദ്ഘാടന ദിവസം തന്നെ ധാരാളം ആളുകളാണ് ഈ സ്ഥാപനം സന്ദർശിച്ചതും ഇവിടുന്ന് പർച്ചേസ് നടത്തിയതും. അത്രയേറെ വിശ്വാസമാണ് ജനമനസ്സിൽ മാനുക്കയ്ക്കുള്ള സ്ഥാനം. പഴയൊരു സംഭവങ്ങൾ എന്താണ് ഡെവലപ്പ് ചെയ്യാണ് അല്ല, ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇവിടെ. ഈ കടുങ്ങാത്തുണ്ട് അങ്ങാടി പഴയ ആളുകൾക്ക് ധാരാളം എന്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്ന. അപ്പൊ എന്തായാലും ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ പിന്നണിയിൽ കടന്നുപോയ കുറെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും. എന്താണ് പറയാനുള്ളത് ഈ സമയത്ത്? ഇത്
ഒന്നും പറയാനുള്ളത് 1983 കടുങ്ങാത്തുണ്ടില് വന്ന് ഇറങ്ങുമ്പോ ഇവിടുത്തെ എല്ലാവരും എന്നെ സ്വീകരിച്ചു. അതാണ് എന്റെ ഏറ്റവും വലിയ വിജയം. പിന്നെ അവരോട് ഞാനും തന്നെ നല്ല നിലയ്ക്ക് പെരുമാറിയിട്ടു. പിന്നെ ഞാൻ ഇവിടെ ഈ പ്രദേശത്തെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്ത ഒരു പിടില്ല. ഒന്നല്ല 10 AP ആസാദിന്റെ ഒക്കെ വീട്ടിൽ നിന്ന് നോൽമ്പ് പുള്ള അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ കടുങ്ങാത്തുണ്ടങ്ങാടിയിൽ വന്നു. ആ കടുങ്ങാത്തുണ്ട് ഒന്നുമില്ലാതെ എനിക്കൊന്നുമില്ലാതെ കുടുംബത്തിനുണ്ട്. കുടുംബത്തിനുണ്ട്, നമുക്കൊന്നുമില്ല. എന്തായാലും അവസ്ഥയിൽ നിന്ന് ഇങ്ങനെയൊക്കെ വളർന്ന് വലുതാൻ സാധിച്ചു അല്ലേ? അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക് യു. പ്രിയമുള്ളവരെ, തൊട്ടു മുമ്പായിട്ട് നമ്മോട് സംസാരിച്ചത് മാനുക്കയാണ്. ക്യാമറ ഫേസ് ചെയ്ത് ഒരു അഭിമുഖം തരാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല അദ്ദേഹം. പ്രത്യേകിച്ച് അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് താല്പര്യമില്ലതാനും. എങ്കിലും അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഈ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇത്തരം വാർത്തകൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എൻ്റെ വിശ്വാസം തന്നെയാണ്. അങ്ങനെ ഒരു കാരണമാണ് എനിക്കതിന് പ്രചോദനമായി മാറിയത്. ഒരുപക്ഷെ നമ്മളൊക്കെ നമ്മുടെ ജീവിത ലക്ഷ്യം വെച്ച് വിവിധങ്ങളായ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നവരാണ്. നമ്മുടെ മുന്നോട്ടുള്ള യാത്രകളിൽ ഇങ്ങനെയൊക്കെയുള്ള മാനുക്കന്മാരുടെ ജീവിതാനുഭവങ്ങൾ ഉപകാരപ്രദമായേക്കാം എന്നൊരു തിരിച്ചറിവ് കൂടി ഈ വീഡിയോ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നതിലുണ്ട്. എന്തായാലും മാനുക്കയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സംരംഭത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചതിനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. തുടർന്ന് വരാനുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണക്ക് നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.